നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ത്യയിലെ ജനാധിപത്യം അട്ടിമറിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു. ഗസയിലേക്ക് ഇസ്രായേൽ പട്ടാളം പാഞ്ഞുകയറി ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വലിയ വാർത്തകളാണ് അന്തർദേശീയ തലത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ചില മാധ്യമങ്ങൾക്ക് പ്രധാനപ്പെട്ട വിഷയം ആദിലയും നൂറയും വേർപിരിയുമോ, രേണു സുധി ബിഗ് ബോസ് വിന്നർ ആകുമോ എന്നൊക്കെയാണ്. എന്തായാലും ഞാൻ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. കാരണം സമൂഹത്തിന് തെറ്റായ സന്ദേശം പകർന്നു നൽകുന്ന ഇത്തരം പ്രോഗ്രാമുകളുടെ അവതാരകനായി മോഹൻലാലിനെ പോലെ ശ്രേഷ്ഠതയിൽ നിൽക്കുന്ന ഒരു നടൻ വരുന്നതിനെ മനസ്സുകൊണ്ട് എനിക്ക് അനുകൂലിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ചില ആളുകൾ എനിക്കെതിരെ വിമർശനമായി വന്നിരുന്നു. ഞാൻ ഈ നൂറ്റാണ്ടിൽ ജനിക്കേണ്ട ആളെ അല്ലെന്ന് പറഞ്ഞു. കാരണം ആദിലയും നൂറയും രണ്ടു ലെസ്ബിയൻ ദമ്പതികൾ ഈ പ്രോഗ്രാമിൽ വന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞത് ഇത്തരം ആളുകളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുന്നത് കൊണ്ട് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്നാണ്. കാരണം ലെസ്ബിയൻ ദമ്പതികളാണവർ, അല്ലാതെ ഏതെങ്കിലും ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് അങ്ങനെ ആ ഒരവസ്ഥയിലെത്തിയവരല്ല. അവർ തികഞ്ഞ സ്ത്രീകളാണ്. അവരുടെ കുടുംബത്തെയും മാതാപിതാക്കളുമൊക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അവരങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തു. അതിനൊട്ടും ന്യായീകരിക്കുവാൻ കഴിയില്ല. വളർത്തി വലുതാക്കിയ ഉമ്മയെ ഉപ്പയെ ഒക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തത് ഒട്ടും ശരിയല്ല. നമ്മുടെയൊക്കെ വീട്ടുകളിൽ ഇങ്ങനെ സംഭവിച്ചാലും നമ്മൾ നമ്മുടെ സഹോദരിയാണെങ്കിലോ മക്കളാണെങ്കിലോ തല്ലും. അതിനുശേഷം അവരെ ആ ബന്ധത്തിൽ നിന്ന്, ഇത്ര നികൃഷ്ടമായൊരു ബന്ധത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ ശ്രമിക്കും. അതൊക്കെ ആ കുടുംബവും ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ ഈ ആദിലയും നൂറയും ഒക്കെ വന്ന് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി അവരുടെ മാതാപിതാക്കന്മാർക്കെതിരെ നടത്തുന്ന ചില പദപ്രയോഗങ്ങൾ എന്നെ സംബന്ധിച്ച് അത് വേദനാജനകം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അവർക്ക് ഹോർമോൺ പരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർ തികഞ്ഞ സ്ത്രീകൾ തന്നെയായിരുന്നു. ഞങ്ങൾ ഹോർമോൺ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകളെ നമുക്ക് അംഗീകരിക്കാം. കാരണം അവരുടെ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് ഒരുപക്ഷെ അവർ പിറന്നു വീണ ലിംഗത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കൊണ്ട് അവർക്ക് അതിന് കഴിയുന്നില്ല. നമുക്ക് അവരെ അംഗീകരിക്കാം. പക്ഷേ ആദിലയുടെയും നൂറയുടെയും കാര്യമൊന്നും അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ പോലെയുള്ള ആളുകളെയൊക്കെ ബിഗ് ബോസിലെടുത്തതിനെ വിമർശിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തത്. പക്ഷേ ചില ആളുകളൊക്കെ എന്നെ വന്ന് തെറി വിളിക്കുന്നൊരു സംഭവം ഉണ്ടായി. എന്തായാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് അവരെ അംഗീകരിക്കുന്നത് പോലെ തന്നെ എനിക്ക് വിമർശിക്കാനും അധികാരമുണ്ട് എന്ന ഒരു തത്വം മനസ്സിലാക്കുക. മറ്റൊന്ന്, ഈ ആദിലയും നൂറയും വേർപിരിയുന്നു എന്ന രീതിയിലൊക്കെ ചില വാർത്തകൾ ഇതുപോലെ ബന്ധിപ്പിച്ച് വരികയാണ്. അതിൻ്റെ ആരാധകരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ പടച്ചുവിടുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മാത്രമാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആദിലയും നൂറയും ഒന്നും വേർപിരിയുന്ന ഒരു അവസ്ഥയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും അവർക്ക് ഗെയിം ചെയ്യാനൊന്നും കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഈ പ്രോഗ്രാം കാണാറില്ല. ഞാൻ ഈ കണ്ടൻറ്റ് വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ എന്തെങ്കിലും കണ്ടൻറ്റ് കിട്ടുമോ എന്ന് കരുതി മിക്കപ്പോഴും ബിഗ് ബോസ് കാണാൻ വന്നിരിക്കും. പക്ഷേ എനിക്കൊരു 5 മിനിറ്റ് ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കാനുള്ള ക്ഷമയില്ല. അത്രത്തോളം കുത്തിത്തിരിപ്പും പരദൂഷണവും ഒക്കെയാണ് ആ പ്രോഗ്രാമിൽ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് കണ്ടിരിക്കാനുള്ള ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട് ഇനി എന്ത് കണ്ടൻറ്റ് കിട്ടിയാലും അത് കാണണ്ട എന്ന് തീരുമാനിച്ച് ഞാൻ ആ പ്രോഗ്രാം വിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ആദിലയും നൂറയും ഒന്നും വേർപിരിയുന്നു എന്ന രീതിയിലൊക്കെ കണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തന്ത്രം വെച്ചുള്ള ന്യൂസുകൾ മാത്രമാണ്. അതൊന്നും വലിയ യാഥാർത്ഥ്യമാകുന്നതിന് തരമില്ല. പ്രത്യേകിച്ചും ആദില വേറെ ആരുമായിട്ടോ, ആദിലയല്ലല്ലോ നൂറ, ആദിലയാണ് അതിൽ മെന്നിൻ്റെ പാർട്ടി ചെയ്യുന്നത്. നൂറ ആരുമായിട്ടോ പ്രണയത്തിലാണ് ആകുന്നു ബിഗ് ബോസിലെ മറ്റൊരു കണ്ടൻറ്റുമായി എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ അത് സത്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ നൂറയും ആദിലയും ഒന്നും ഈ പ്രോഗ്രാമിൽ വിജയിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അത് നിറയെ പരദൂഷണവും അശ്ലീലതകളും ഒക്കെ കൊണ്ട് നിറച്ച ഒരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ചും സൗദിയിൽ പഠിച്ചു വളർന്ന +2 വരെ അവിടെ പിടിച്ച് പിന്നെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് എത്രത്തോളം ആ കാര്യങ്ങളിൽ, ഈ പരദൂഷണത്തിലും ഈ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ കഴിവ് തെളിയിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നൂറയും അതുപോലെ ആദിലയും ഒന്നും ആ പ്രോഗ്രാമിൽ വിജയിച്ച് കാണാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ രേണു സുധി ആയിരിക്കും അതിന് ഏറ്റവും പറ്റിയ ഒരു കാൻഡിഡേറ്റ്. അവർ തന്നെയായിരിക്കും വിജയിച്ചു വരിക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്രത്യേകിച്ചും അവർ വളരെ നല്ലതുപോലെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. മരിച്ചുപോയ തൻ്റെ ഭർത്താവ് സുധിയുടെ പേരുള്ള സഹതാപം അത് വളരെ കത്തിച്ചു നിർത്തുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും ഈ സുധി മരണപ്പെട്ടതിന് ശേഷം ആണ് പ്രശസ്തനാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പരിധിവരെ രേണു സുധീൻ്റെ ഈ സോഷ്യൽ മീഡിയ വർക്കുകൾ കൊണ്ടാണ്, അവരുടെ ഈ കണ്ണിങ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രം കൊണ്ട് തന്നെയാണ് എന്ന ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ ഈ
ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ ഈ ബിഗ് ബോസിൽ ഔട്ടായാൽ അല്ലെങ്കിൽ എലിമിനേറ്റ് റൗണ്ടിൽ വന്നാൽ ഇടേണ്ട വീഡിയോ വരെ എടുത്ത് ആളുകളെ ഏൽപ്പിച്ചിട്ടായിരിക്കുന്നു പോയിരിക്കുന്നത്. അപ്പോൾ അവർ ഈ പ്രാവശ്യം ഈ ആഴ്ച എലിമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരവസ്ഥ വന്നപ്പോൾ തന്നെ അത്തരം വീഡിയോകൾ സംപ്രേഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവരിപ്പോൾ ബിഗ് ബോസിലാണ്. ആരാണ് ആ വീഡിയോ ഇടുന്നതെന്ന് അറിയില്ല. എന്തായാലും വളരെ കണ്ണിങ് ആയിട്ട് സഹതാപ തരംഗമൊക്കെ മുൻനിർത്തി വോട്ടുകൾ സമാഹരിക്കുവാൻ കഴിയുന്ന ഒരാൾ എന്ന രീതിയിൽ ഒരു പക്ഷേ രേണുസുതി തന്നെ വിജയിച്ചു പോകാനാണ് സാധ്യത. അല്ലെങ്കിൽ വല്ല വൈൽഡ് കാർഡ് എൻട്രിയിൽ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ വരണം. ഈ പരദൂഷണവും അതുപോലുള്ള കാര്യങ്ങൾ രേണുസുതിയുടെ ഏറ്റുമുട്ടി നിൽക്കുവാൻ കഴിയുന്ന സോഷ്യൽ മീഡിയയിലെ മറ്റൊരു താരം ഇപ്പോൾ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞനാണ്. അദ്ദേഹം വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ രേണുസുതിക്ക് തന്നെയാണ് ഈ പ്രോഗ്രാമിൽ സാധ്യത എന്നൊരു വിശകലനം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ പ്രോഗ്രാം സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം എന്തെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് ഒന്നുമില്ല. വഴിതെറ്റിക്കുന്നതേ ഉള്ളൂ എന്നാണ്. കാരണം ഈ പ്രോഗ്രാമിൻ്റെ വേണ്ടി പ്രണയിക്കുന്ന ആളുകളുണ്ട്. ഈ പ്രോഗ്രാമിനുള്ളിൽ ഗെയിം വിജയിക്കുന്നതിന് വേണ്ടി പ്രണയിക്കുന്ന ആളുകളുണ്ട്. ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷവും പുറത്തു വന്ന് പരസ്യങ്ങളും അതുപോലെയുള്ള വർക്കുകളും കിട്ടുവാൻ വേണ്ടി പ്രണയിച്ച് കൈകോർത്ത് നടക്കുന്ന ആളുകളുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ പ്രണയങ്ങളൊക്കെ പോകുന്നു. ഞാൻ ഈ ബിഗ് ബോസ് കാണില്ല, എപ്പോഴും പറയുകയാണ്. പക്ഷേ ഈ ബിഗ് ബോസിനുള്ളിലെ കണ്ടസ്റ്റൻറ്റുകൾ പുറത്തു വന്ന് കുറേ പ്രണയനാടകങ്ങളെ കാണിക്കും. അതിനുശേഷം പിന്നെ വേറെ ആൾക്കാരുടെ പ്രണയമാകുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നു. അതുകൊണ്ട് തന്നെ പ്രണയത്തെ പോലും വ്യവസായവത്കരിക്കുന്ന അല്ലെങ്കിൽ പ്രണയത്തെ പോലും ഒരു കണ്ടന്റ് ആക്കുന്ന ഈ പ്രോഗ്രാമിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞു കൊള്ളട്ടെ. മറ്റൊന്ന്, ഇതിൽ കണ്ടന്റ് ആകാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ച ഒരാളെക്കുറിച്ച് നമുക്കറിയാം. ഇതിൽ എങ്ങനെയെങ്കിലും അവസരം കിട്ടാൻ വേണ്ടിയിട്ട് വിവാദപരമായി കല്യാണം കഴിച്ച ഒരാളെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. വളരെ പവിത്രമായ വിവാഹ ബന്ധത്തെ പോലും അത് വളരെ പർപ്പസ്ഫുള്ളി, ഞാനെപ്പോഴും ഈ പർപ്പസ്ഫുള്ളി എന്ന വാക്ക് പറയുന്നുണ്ടെന്ന് എൻ്റെ പ്രേക്ഷകർ പറയാറുണ്ട്, ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഈ വളരെ പവിത്രമായ ഈ വിവാഹ ബന്ധത്തെ പോലും അത് മാർക്കറ്റ് ചെയ്ത് ഈ പ്രോഗ്രാമിൽ കയറാനുള്ള ഒരു ഉപാധിയാക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത് വളരെ മോശമാണെന്ന് തന്നെയാണ്. എന്തായാലും ഈ പ്രോഗ്രാമിനെ പറ്റി പൊതുവായി വിലയിരുത്തുമ്പോൾ ഞാൻ പറയുന്നത്, പരമാവധി നമ്മുടെ നാട്ടിലെ അമ്മമാർ, ഉമ്മമാർ, സഹോദരിമാരൊക്കെ മക്കളെ ചേർത്തുകൊണ്ട് ഈ പ്രോഗ്രാം കാണാതിരിക്കാൻ ശ്രമിക്കുക എന്നാണ്. കാരണം നമ്മുടെ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന നല്ല ഒരംശവും ഈ പ്രോഗ്രാമിനില്ല. നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കുന്ന ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ വിശകലനത്തിൽ, ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിശകലനത്തിൽ വരുന്നത്. അഭിപ്രായങ്ങൾ എൻ്റെ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താം. കാരണം പ്രണയവും വിവാഹവും ഒക്കെ ഒരു ഗെയിം പ്ലാനായി മാത്രം കാണുന്ന ഇത്തരം പ്രോഗ്രാമുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും വിലയിരുത്തലും. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ജയ് ഹിന്ദ്.